തൊടേണമേ. ആരാധനയെ യേശുവേ. ഹല്ലേലൂയ മറനാഥാ. ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. ഇന്ന് എന്തിനെക്കുറിച്ച് ക്ലാസ് എടുക്കണമെന്ന് ചിന്തിച്ചപ്പോൾ ഹെബ്രായ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വചനം പഠിപ്പിക്കുകയാണ്. വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത്. വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ ആത്മാർത്ഥമായി ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ഉണർന്ന ദൈവമക്കളെ കാത്തിരിക്കുന്നത് വലിയ ചതിക്കുഴികളും കെണികളുമാണ്. നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം തൊട്ട് ഒരുപാട് ചതിക്കുഴികളും കെണികളും നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങളൊരു മദ്യപിച്ചും തോന്നിയാസമായിട്ടും ദുർവൃത്തനായിട്ടും വ്യഭിചാരിയായിട്ടൊക്കെ നടക്കുന്ന സമയത്ത് ഒരു കുഴപ്പമുണ്ടായില്ല. നിങ്ങൾ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നവരായി, കുമ്പസാരിക്കുന്നവരായി, ധ്യാനം കൂടുന്നവരായി മാറിക്കഴിയുമ്പോൾ നിങ്ങളെ ഒരുപാട് വിധത്തിൽ സാത്താൻ വഴിതെറ്റിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈശോ തന്നെ ഈശോയുടെ 12 ശിഷ്യന്മാരെ കുറിച്ച് എന്താ പറഞ്ഞത്? ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ച് നിങ്ങളുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. അപ്പം ഈശോയുടെ ശിഷ്യന്മാരെ കുറിച്ച് ഈശോയ്ക്ക് വലിയൊരു ഉത്കണ്ഠ. ഈശോയുടെ ശിഷ്യന്മാരുടെ വിശ്വാസം നശിപ്പിച്ച് അവരെ നിത്യനരകാഗ്നിയിലേക്ക് കൊണ്ടുപോകാൻ സാത്താൻ ഇതാ അവരെ ഗോതമ്പ് പാറ്റണോലിട്ട് പാറ്റാനായിട്ട് പരിശ്രമിക്കുക. ഹല്ലേലൂയ. ഞാൻ ഈ കാര്യം മനസ്സിലാക്കിയത് ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണുനീര് കണ്ടുകൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് ഒരു കുടുംബത്തിൻ്റെ ഒരപ്പനും അമ്മയും അതിൻ്റെ കുട്ടീനെ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, എൻ്റെ അച്ഛ ചോര നീരാക്കി ഇവളെ ഞാൻ പഠിപ്പിച്ച് നേഴ്സാക്കി, സൗദി പോയി, അങ്ങനെ 2 വർഷമായിട്ട് ഒരു ചില്ലിക്കാശ് വീട്ടിലേക്ക് തന്നിട്ടില്ല. എന്നിട്ട് വന്നിട്ട് 10 ദിവസമായിട്ട് വീട്ടിലെത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് വന്നിട്ട് ഞാൻ ചോദിച്ചു, എവിടെയായിരുന്നു നിങ്ങളുടെ മക്കളെന്ന് ചോദിച്ചു. അപ്പോൾ ആ അപ്പനും അമ്മയും പറയുകയാണ്, അച്ഛാ ഈ ഇരിങ്ങാലക്കുടയുടെ അടുത്ത് എവിടെയോ ഒരു സ്ഥലമുണ്ട്, മുരിയാടോ ആ ഭാഗത്ത് എവിടെ ഒരു സ്ഥലമുണ്ട്, വലിയ പാഷണ്ഡതയും ശീഷ്മയുള്ളൊരു ഭാഗമാണത്. അവിടെ കത്തോലിക്ക സഭയ്ക്ക് വിപരീതമായ ആ സ്ഥലത്ത് ഈ 10 ദിവസമായിട്ട് ഈ മകൾ അവിടെയായിരുന്നു. നാട്ടിൽ വന്നിട്ട് അപ്പനും അമ്മയും അറിഞ്ഞിട്ടില്ല. പാസ്പോർട്ട് എല്ലാം അവിടെ പിടിച്ചു വച്ചിരിക്കുകയാണ്. എന്നിട്ട് മകൾ മാത്രം ഒരു ദിവസം വന്ന് ഈ മകള് അപ്പനെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് അവരോട് മിണ്ടാട്ടില്ല, അത് വീട്ടിലിരിക്കുക. അപ്പനമ്മ ചോദിച്ചു, നിൻ്റെ പാസ്പോർട്ട് എവിടെ? അത് അവിടെ ഒരു സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. നിൻ്റെ പൈസയൊക്കെ എവിടെ? അതൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ അവിടെയുള്ള ഡ്രൈവറെ കൊണ്ട് എന്തോ രജിസ്റ്റർ മാരേജൊക്കെ എന്തൊക്കെ ചെയ്യിച്ചിട്ട് അങ്ങനെ പിന്നെ പോലീസ് കേസ് കൊടുപ്പിച്ച് പിന്നെ കോടതിയിലേക്ക് മകളെ കൊണ്ടുവരേണ്ടി വന്നു. അപ്പോൾ എന്നിട്ട് പിന്നെ അങ്ങനെ കോടതി വെച്ച് ജഡ്ജി ചോദിച്ച്, കുട്ടിയുടെ അപ്പനും അമ്മയല്ലേ ഇത്, അതുകൊണ്ട് കുട്ടിയുടെ അപ്പൻ്റെ അമ്മയുടെ കൂടെ പോയിക്കൂടെ? അപ്പോൾ പറഞ്ഞു, എനിക്ക് എൻ്റെ അപ്പനും അമ്മയല്ല, എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് ഒരു ഭ്രാന്ത് പിടിച്ച കുട്ടിയെ പോലെ ആ കുട്ടി ഉടനെ ജഡ്ജി ചോദിച്ചു, കുട്ടിയുടെ സമനില തെറ്റി മാനസിക രോഗി വല്ലതും ആണോ? ഇത്രയും വളർത്തി വല്ലതും ഈ അപ്പനെ അമ്മേനെ ഉപേക്ഷിച്ചിട്ട് നീ ഇങ്ങനെ ഇന്നലെ കണ്ട ഒരു 5 ദിവസം ധ്യാനം കൂടി എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിപ്പോയി, അങ്ങോട്ട് പോയി ആ കൂട്ടത്തിൽ കൂടുക എന്ന് പറഞ്ഞാൽ നിനക്ക് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. ആ കുട്ടി പറഞ്ഞു, എനിക്ക് മാനസിക രോഗമൊന്നുമില്ല, എന്നെ അങ്ങോട്ട് വിട്ടാൽ ഞാൻ ശരിയാവും എന്ന് പറഞ്ഞു. എന്നിട്ട് കോടതി വെച്ച് ഇതെൻ്റെ അപ്പനും അമ്മയുടെ ബന്ധമെല്ലാം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞ് ഔദ്യോഗികമായി 10ാം ക്ലാസ്സിലെ പേപ്പറൊക്കെ വാങ്ങിച്ച് അത് പോയി അവിടെ നിന്ന്. അപ്പം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, കുട്ടി നീ ഇത്രയും കാലം വളർന്ന കത്തോലിക്ക സഭ, നീ ഇത്രയും കാലം കുർബാനയ്ക്ക് പോയി, ഇത്രയും കാലം നീ കുമ്പസാരിച്ച്, ഇത്രയും കാലം നീ വൈദികരെടുത്ത് പോയി, നീ ഇത്രയും കാലം ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്ത്, നീ മാമോദിസം മുങ്ങി, നീ ദൈവവചനം കേട്ട ആദ്യം എവിടെ നിന്നാണ് കേട്ടത്? ഇതെല്ലാം കഴിഞ്ഞിട്ട് നീ 5 ദിവസം ഒരു ധ്യാനം കൂടിയപ്പോഴേക്കും ഒരു ശത്രുവിനെ വന്ന പോലെയാണ് ആ കുട്ടി അപ്പനോടും അമ്മയോടും പെരുമാറുന്നത്. അപ്പോൾ പറയാണ്, ഇപ്പം എനിക്ക് അവരെ മാത്രം വിശ്വാസമുള്ളത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ശീഷ്മ അല്ലെങ്കിൽ പാഷണ്ഡത.
ശീഷ്മ അല്ലെങ്കിൽ പാഷണ്ഡത, അങ്ങനെ ഒരു വലിയ പാപത്തിൻ്റെ മേഖലയുണ്ട്. നിങ്ങൾക്ക് പല നോട്ടീസുകളും കിട്ടും, പല ഇൻവിറ്റേഷൻ വരും. നിങ്ങളോട് വന്ന് പറയും, ഇതാ ഇവിടെ യേശുണ്ട്, ഇത് അവിടെ യേശുണ്ട്, ഇത് ഇവിടെ വാ, ഇത് അവിടെ വാ എന്നൊക്കെ പറഞ്ഞ് പല വിധത്തിൽ നിങ്ങളെ വിളിക്കും. വെറുതെ ഒന്ന് കാണാൻ വേണ്ടി വരൂ എന്ന് പറഞ്ഞ് വിളിക്കും. കാണാൻ വേണ്ടി ചെന്നാൽ പെട്ടു. കാരണം മദ്യപാനത്തെക്കാൾ, നിരീശ്വര ചിന്തയേക്കാൾ, സാത്താനിസത്തെക്കാൾ കഠിനമാണ് ശീഷ്മ അല്ലെങ്കിൽ പാഷണ്ഡത. ശീഷ്മ അല്ലെങ്കിൽ പാഷണ്ഡത. ഹല്ലേലൂയ. നമ്മുടെ സഭ ആദിമ കാലഘട്ടത്തിൽ നീറോ തുടങ്ങി ഡയക്ലീഷ്യൻ വരെയുള്ള കഠിന കിരാതന്മാരായ മഹാദുഷ്ടന്മാരായ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ ഭയങ്കരമായി ഫിസിക്കലായി പീഡിപ്പിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ കുത്തുക, കൊല്ലുക, വെട്ടിക്കൊല്ലുക, തീയിലിടുക. അതിനെയൊക്കെ സഭയുടെ മക്കൾ ധീരം നേരിട്ട് അതിനെ അഭിമുഖീകരിച്ച് അങ്ങനെ ഒരുപാട് രക്തസാക്ഷികളുണ്ടായി. സെബസ്ത്യാനോസ് പുണ്യാളനെ പോലുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ രക്തം ചിന്തി അപ്പസ്തോലിക സഭയുള്ള വിശ്വാസം കാത്തു സൂക്ഷിച്ച്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദ്യത്തെ 4 നൂറ്റാണ്ടിൽ വലിയ ചക്രവർത്തിമാരിലൂടെയും പട്ടാളക്കാരിലൂടെയും തോക്കിലൂടെയും വെടിയിലൂടെയും അമ്പെയ്തും കൊന്നും കൊല ചെയ്തും തീയിലിട്ടും വെള്ളത്തിലിട്ടും സിംഹങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തും ഈ വിശ്വാസമുള്ളവരെ ഉപേക്ഷിക്കാൻ വേണ്ടി സാത്താൻ ഗോതമ്പ് പോലെ പാറ്റി നോക്കി. പക്ഷേ അവർ രക്തം ചിന്തി അവരുടെ വിശ്വാസത്തിൽ അവർ ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ. അപ്പോൾ പിന്നീട് വന്ന 4 മുതൽ 8 വരെയുള്ള നൂറ്റാണ്ടുകളിൽ സാത്താൻ മറ്റൊരു രീതിയാണ് അവലംബിക്കുന്നത്. ആ രീതി പാഷണ്ഡത അല്ലെങ്കിൽ ശീഷ്മ എന്ന് പറഞ്ഞാൽ തെറ്റായ ഉപദേശങ്ങൾ കൊടുക്കുക. വിവിധങ്ങളായ ഒരു ബൈബിൾ വചനം വായിച്ചിട്ട് നമ്മൾ കേൾക്കാത്ത പുതിയൊരു ഉപദേശം തരിക, എന്നിട്ട് നമ്മളെ പറിച്ചുകൊണ്ട് അങ്ങനെ അവരുടെ കൂട്ടത്തിൽ കൊണ്ടുപോവുക. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ ഇപ്പോൾ ഇടവക ദേവാലയത്തിൽ പോയി കുർബാനയിലും കുമ്പസാരത്തിലും പങ്കെടുത്തുകൊണ്ട് വരുന്ന നിങ്ങളുടെ അമ്മയായ അപ്പസ്തോലിക സഭയുടെ ആ ഉറവിടത്തിൽ നിന്ന് നിങ്ങളെ പറിച്ചു മാറ്റാൻ വേണ്ടി നിങ്ങൾ വളരെ കൗശലങ്ങളായ ഉപദേശങ്ങളും വിചിത്രങ്ങളായ പ്രബോധനങ്ങളും നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇനി അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിക്കുമ്പം നിങ്ങൾ അങ്ങനെയുള്ള പൈശാചിക പീഡകളെ വിവേചിച്ച് മനസ്സിലാക്കി സർപ്പത്തിൽ നിന്ന് പോലെ അവരിൽ നിന്ന് നിങ്ങൾ ഓടി അകലണം. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ധ്യാനത്തിന് പോകുമ്പം ആദ്യം തന്നെ നിങ്ങളുടെ വികാരിച്ചനോട് ചെന്ന് ചോദിക്കണം, അച്ഛാ ഈ ധ്യാനത്തിന് പോകുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കണം. കാരണം ഒരുപാട് ചതിക്കുഴികളും കെണികളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ദൈവവചനത്തിൻ്റെ പേരിലും യേശുവിൻ്റെ പേരിലും ധ്യാനത്തിൻ്റെ പേരിലും ആയിരിക്കും നിങ്ങളെ വിളിക്കുന്നത്. അതിൽ വൈദികർ നേതൃത്വം കൊടുക്കണമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് അത് കത്തോലിക്ക സഭയുടെ ശുശ്രൂഷയാകണം നിർബന്ധമില്ല. അത് അപ്പസ്തോലിക സഭയുടെ ശുശ്രൂഷയാകണം നിർബന്ധമില്ല. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി നിങ്ങളുടെ ഇടവക പള്ളിയുടെ വികാരിച്ചനോട് ചോദിച്ചാൽ ആ വികാരിച്ചൻ നിങ്ങളെ വഴിതെറ്റിക്കില്ല. കാര്യത്തിന് ദേഷ്യവും ശുണ്ടിയും അരിശൊക്കെയുള്ള അച്ഛനാണെങ്കിൽ പോലും ശരി, നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഒരു ഉപദേശം ചോദിച്ചാൽ ആ അച്ഛൻ നിങ്ങളെ വഴിതെറ്റിക്കില്ല. നിങ്ങളോട് പറയും അത് സഭയുടെ അംഗീകാരമുള്ളതാ അല്ലെങ്കിൽ അത് സഭയുടെ അംഗീകാരം ഇല്ലാത്തതാ എന്ന് പറയും. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നല്ല അനുഭവമുണ്ട്, നല്ല ഉണർവുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ എല്ലാ ധ്യാനത്തിനും പോകരുത്. ഇത് നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഹൃദയവേദനയോടെയാണ് ഞാൻ നിങ്ങളോട് പറയണത്. ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ അപ്പനും അമ്മയോട് രണ്ടുപേരും 2 മുറിയിലാണ്. കാരണം ഒരാൾ ഒരു ധ്യാനത്തിന് പോയി, അതോടുകൂടി അതങ്ങ് അടർന്നു പോയി. ഇപ്പോൾ സഭയിലും പോകുന്നില്ല, പള്ളിയിലും പോകുന്നില്ല, കുമ്പസാരത്തിന് പോകുന്നില്ല, അങ്ങനെ ഇരിക്കുകയാണ്. ചില വീട്ടിൽ അപ്പനാണ് പോയിരിക്കുന്നത്, ചില വീട്ടിൽ അമ്മയാണ് പോയിരിക്കുന്നത്. ആ കുട്ടിയുടെ മക്കളുടെ സ്ഥിതി എന്താ? ഇത് ഉടനെ ഒരു കുട്ടി ചോദിച്ചു, അപ്പാ ഞങ്ങളുടെ കല്യാണം നടക്കണ്ടേ, നീയൊക്കെ ഇനി എന്തിനാ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതിന് മക്കളോടുള്ള ഉത്തരവാദിത്വം പോലും ഒരു സാധാരണ ഒരാളുടെ ഒരു ബോധം പോലും ഇല്ലാത്ത വിധം ബോധം മറിഞ്ഞു കിടക്കുക. അതേമാതിരി മനുഷ്യനെ നശിപ്പിക്കുന്ന ചില പൈശാചിക പീഡകൾ യേശുവിൻ്റെ പേരിലും ധ്യാനത്തിൻ്റെ പേരിലും വചനത്തിൻ്റെ പേരിലും ഇന്ന് നമുക്ക് ചുറ്റിലും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ഈ കാര്യം തുറന്ന് പറയുകയാണ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുവും യേശുവിൻ്റെ തുടർച്ചയായ സഭയും നമ്മുടെ വിശ്വാസത്തിൻ്റെ ആദി പിതാക്കന്മാരായ സ്ലീഹന്മാരും പരിശുദ്ധാത്മാവും ഈ കാര്യത്തെക്കുറിച്ച് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്.
നമ്മൾ എന്തു ചെയ്യണം? വചനം കേൾക്കാൻ പോകുമ്പം ഏത് ധ്യാനകേന്ദ്രത്തിൽ പോകണം, ഏത് ധ്യാനകേന്ദ്രത്തിൽ പോകരുത്, ആരുടെ അടുത്ത് പോയി വചനം കേൾക്കാം, ആരുടെ അടുത്ത് പോയി വചനം കേൾക്കരുത് എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഗലാത്യ ലേഖനത്തിൽ 1-ാം അധ്യായം 8-ാം വാക്യം വചനം പഠിപ്പിക്കുകയാണ്, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യാസപ്പെട്ടൊരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് വന്ന് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. വളരെ ഉന്നത വിശുദ്ധിയും വളരെ ഉന്നത അത്ഭുത പ്രവർത്തന ശക്തിയും വളരെ ഉന്നതമായ തെളിഞ്ഞ സ്വഭാവമുള്ളൊരു വ്യക്തിയാണെന്ന് വിചാരിച്ച് അയാൾ പറയുന്ന സുവിശേഷം സ്വീകരിക്കാൻ നമുക്ക് ബാധ്യതയില്ല. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് വന്ന് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ് ശ്ലീഹായ്ക്ക് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടൊരു സുവിശേഷം പ്രസംഗിക്കാൻ സാധിക്കുക? അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പം എനിക്ക് 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന് എനിക്ക് വ്യത്യാസപ്പെട്ട ഒരു സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കാൻ സാധിക്കുമോ? സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അതായത് ഇപ്പം ഞാൻ നിങ്ങളോട് സുവിശേഷം പ്രസംഗിക്കുന്നത് പാലക്കാട് രൂപതാധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ മാർ ജേക്കബ് മനത്തോടത് പിതാവിൻ്റെ കൂട്ടായ്മയിലാണ്. വേറൊരു വാക്കി പറഞ്ഞാൽ സഭയുടെ കൂട്ടായ്മയിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സുവിശേഷം പ്രസംഗിക്കുന്നത്. ശരിയല്ലേ? ഞാനിങ്ങനെ പാലക്കാട് ചെന്നപ്പോൾ പാലക്കാട് പിതാവ് എന്നോട് പറയുകയാണ്, വട്ടായിലച്ചാ അച്ഛൻ്റെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു, കൊള്ളാം, തിരക്കടില്ല. അതുകൊണ്ട് അച്ഛനെ ഞാൻ സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഞാൻ ആ കടുവക്കാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു പറഞ്ഞു. കടുവക്കാട് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, അവിടെ പോയൊരൊറ്റ അച്ഛന്മാർ തലവൊക്കിയിട്ടില്ല. അങ്ങനത്തെ ഒരു ഇടവകയാണ് കടുവക്കാട്. അപ്പം എന്നോട് ബിഷപ്പ് പറയാണ്, അച്ഛനെ ഞാൻ കടുവക്കാട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു. ഉടനെ ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ എന്നെ ഇപ്പോൾ മാറ്റാൻ പാടില്ല, എനിക്ക് കുറച്ചും കൂടെ ഇവിടെ ധ്യാന കേന്ദ്രത്തിൽ ഇരിക്കണം. അപ്പോൾ പിതാവ് പറഞ്ഞു, നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. അങ്ങനെ പിതാവ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു, ഞാനും പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചു. എന്തായാലും ശരി, പരിശുദ്ധാത്മാവ് പിതാവിനോട് പറഞ്ഞു, വട്ടായിലച്ഛനെ വേഗം തന്നെ കടുവക്കാട്ടിലേക്ക് മാറ്റുക. അങ്ങനെ പിതാവ് കടുവക്കാട്ടിലേക്ക് മാറ്റാൻ തീരുമാനമെടുത്തു. ഞാൻ 2 ദിവസം കഴിഞ്ഞ് ചെന്നു. പിതാവ് പറഞ്ഞു, വട്ടായിലച്ച ഇനി ഒന്നും പറയണ്ട, അച്ഛനെ കടുവക്കാട്ടിലേക്ക് മാറ്റാൻ ഞാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. ഞാൻ ചിന്തിച്ച്, പിതാവിന് മനസ്സിലാകാനാണെങ്കിൽ നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ട് പറഞ്ഞതാണ്, മനസ്സിലാകാത്തവരോട് ഇനി പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ അന്ന് മടങ്ങി പോരണ വഴിക്ക് ഞാൻ ചിന്തിക്കുകയാണ്, അല്ല ബൈബിള് പഠിക്കണമെങ്കിൽ പിതാവിൻ്റെ അനുവാദം ആവശ്യമുണ്ടോ? പിതാവ് അനുവദിച്ചില്ലെന്ന് വിചാരിച്ച് നമുക്ക് ബൈബിൾ പഠിച്ചാൽ മനസ്സിലാവില്ലേ? നമ്മളോട് നമ്മുടെ കർത്താവായ യേശു എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. എന്നാൽ പിതാവിനോട് എന്താ പറയണത്? സുവിശേഷം പ്രസംഗിക്കേണ്ട, കടുവക്കാട്ടിലേക്ക് പോ. ഞാൻ ദൈവത്തെ അനുസരിക്കണോ മനുഷ്യനെ അനുസരിക്കണോ? അപ്പം ഞാൻ അട്ടപ്പാടിയിലേക്ക് ചെന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, അട്ടപ്പാടിയുള്ള എല്ലാ കാര്യവും പിതാവിൻ്റെ പേരിലാണ്, എൻ്റെ പേരിൽ ഒന്നുമില്ല, ഒന്നും ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പിതാവ് ഒരു ലീഗൽ ആക്ഷൻ എടുത്താൽ ഞാൻ പുറത്താവും. ഉടനെ ഞാൻ ആളുകളോട് പറഞ്ഞു, സഹോദരന്മാരെ സഹോദരിമാരെ, അങ്ങനെ പ്രസംഗിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഇത്രയും സ്ഥലമൊന്നും പോരാ, ആളുകൾ കൂടി, അതുകൊണ്ട് വലിയൊരു ഗ്രൗണ്ട് വേണം. ഉടനെ ഒരാൾ പറഞ്ഞു, ശരി 50 ഏക്കർ ഞാൻ അച്ഛന് വാങ്ങിച്ചു തന്നിരിക്കണം, നിങ്ങളിങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഉടനെ ഞാൻ പിറ്റേ ആഴ്ച വീണ്ടും പറഞ്ഞു, സഹോദരന്മാരെ സഹോദരിമാരെ, ഇവിടെ ഒരു വലിയ കൂടാരം ആവശ്യമായിരിക്കുന്നു. ഉടനെ ഒരാൾ പറഞ്ഞു, ശരി കൂടാരം പണിതേക്കാം. അങ്ങനെ ആ ചേട്ടൻ കുറേ വലിയൊരു കൂടാരവും പണിതു. ഞാൻ പതുക്കെ സഗിയോൻ പിതാവിൻ്റെ പേരുള്ള സ്ഥലത്ത് നിന്ന് ഈ പുതിയ സ്ഥലത്തേക്ക് മാറി. അവിടെ വലിയൊരു കൺവെൻഷൻ സംഘടിപ്പിച്ച് എന്നിട്ട് പറഞ്ഞു, അപ്പോൾ അവിടെ 10 ലക്ഷക്കണക്കിന് ആളുകൾ വന്നിട്ടുണ്ട്. ആളുകളോട് പ്രസംഗിക്കാൻ തുടങ്ങി, സഹോദരന്മാരെ സഹോദരിമാരെ, കർത്താവായ യേശുവിൻ്റെ വരവിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നില്ലേ? അങ്ങനെ പ്രസംഗിച്ച് ഞാൻ പറഞ്ഞു, ഇത് അട്ടപ്പാടി സ്വതന്ത്ര സഭ. ഞാൻ വീണ്ടും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആളുകൾ ഞാൻ ആദ്യം പറഞ്ഞത് അവസാനം പറഞ്ഞു കേട്ട് നടുവിൽ പറഞ്ഞ കാര്യമായിട്ട് ഗവനിച്ചിരുന്നത് അട്ടപ്പാടി സ്വതന്ത്ര സഭ എന്ന് പറഞ്ഞത് അവരൊന്നും കണക്കാക്കണില്ല, അവരെന്നെ വിശ്വസിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പം എന്തായി? അട്ടപ്പാടി സ്വതന്ത്ര സഭ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇതാണ് സ്വതന്ത്ര സഭ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ അട്ടപ്പാടി സ്വതന്ത്ര അല്ലെങ്കിൽ ഈ സ്വതന്ത്ര സഭ അങ്ങനെ ഉണ്ടായത് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യമാണോ? ഭാവന മാത്രം കണ്ടാൽ മതി. അങ്ങനെ ആ സ്വതന്ത്ര സഭ ഉണ്ടായാൽ ആ സ്വതന്ത്ര സഭയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന അരൂപി ഏത് അരൂപിയാണ്? പാലക്കാട് രൂപതാധ്യക്ഷനായിരിക്കുന്ന അഭിമന്യമാർ ജേക്കബ് മനത്തോടത്തെ പിതാവിനെ അനുസരിക്കാൻ ഇഷ്ടമില്ലാത്ത അരൂപി, അനുസരണക്കേടിൻ്റെ ആത്മാവ്. ഞാൻ വട്ടായിലച്ചൻ പട്ടം കിട്ടി ഉടനെ ഞാൻ ബൈബിൾ എടുത്ത് എനിക്ക് പ്രസംഗിക്കാൻ അനുവാദമില്ല. അല്ലെങ്കിൽ ആര് ബൈബിൾ എടുത്ത് എല്ലാവർക്കും തോന്നിയ പോലെ പ്രസംഗിക്കാൻ അനുവാദമില്ല. ഇത് സഭയുടെ പ്രബോധന അധികാരത്തിന് കീഴിലാണ് ചെയ്യേണ്ടത്. വേറൊരു വാക്കി പറഞ്ഞാൽ സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്യണം. അതിന് ദൈവാത്മാവിൻ്റെതായ ഒരു രീതിയുണ്ട്. ഈ ധ്യാനം കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടി ചടപട എന്ന് പറഞ്ഞൊക്കെ പ്രസംഗിക്കാൻ പോകാൻ പാടില്ല. എന്തു ചെയ്യണം? നമ്മൾ സഭയിൽ ഇത് ശക്തി പ്രാപിക്കണം, അഭിഷേകം പ്രാപിക്കണം. എന്നിട്ട് സഭയുടെ അംഗീകാരം, ഒരു അഭിഷേകം, ഒരു ബ്ലെസ്സിങ് നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ നിങ്ങളുടെ വീട്ടിൽ വരികയാണ്, ഞാനൊരു ബ്രദറാണ്, ഞാനൊരു അച്ഛനാണ്, ഞാനൊരു സിസ്റ്ററാണ്, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് വരുമ്പം ഒരുപാട് ദർശനങ്ങളൊക്കെ ഉണ്ട്. ദേ നിങ്ങളുടെ വീടിൻ്റെ ഇന്ന മൂല ഒരു സാധനം ഇരിക്കണം കാണുന്നുണ്ട്, മന്ത്രവാദം ഒരു കുപ്പിയാണെന്ന് തോന്നണേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഇവരെന്ത് പറയുന്നു എന്നുള്ളതല്ല നോക്കേണ്ടത്. ഇത് ഏത് ബിഷപ്പിനോട് ഐക്യമുള്ളതാണെന്ന് നോക്കണം. ഒരു ധ്യാന കേന്ദ്രത്തിൽ പോകുന്നതിന് മുമ്പ് ആ ധ്യാന കേന്ദ്രത്തെ ഏത് ബിഷപ്പാണ് അംഗീകരിച്ചിരിക്കുന്നത് എന്ന് നോക്കണം. ഒരു ബിഷപ്പ് അംഗീകരിച്ച ഒരു ശുശ്രൂഷയിൽ മാത്രമേ പങ്കെടുക്കാവൂ. ഇനിയിപ്പോൾ വട്ടായിലച്ചൻ തന്നെ ആണെങ്കിൽ തന്നെ ഒരു ബിഷപ്പ് അംഗീകരിക്കാത്തൊരു ശുശ്രൂഷ നടത്തണമെങ്കിൽ നിങ്ങൾ പോകരുത്. അതാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്. ഗലാത്യ ലേഖനം 1:8 പൗലോസ് ശ്ലീഹ പറയാണ്, സഹോദരരെ, ഞങ്ങൾ പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യാസപ്പെട്ടൊരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെയോ നിങ്ങളോട് കുറച്ച് കഴിഞ്ഞ് വന്ന് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രസംഗിക്കുന്ന സുവിശേഷം ഒന്ന് തന്നെയായിരിക്കും, പക്ഷെ അടിത്തറ മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. സഹോദരന്മാരെ, വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മഹത്തായ അപ്പസ്തോലിക അടിത്തറ ഉപേക്ഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ബഹളി പിടിച്ച് ഓടരുത്. ഇത് ബഹളിയുടെ കാലം, ഇത് അവിവേകത്തിൻ്റെ കാലം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ സമചിത്തത പാലിക്കണം. ഒരു അത്ഭുതം അവിടെ ഉണ്ടായി, ഒരു പ്രത്യക്ഷം ഇവിടെ ഉണ്ടായി, ഒരു ദർശനം കണ്ടു, ഒരു അത്ഭുതം കണ്ടു, ദർശനം കണ്ട്, അവിടെ പ്രത്യക്ഷം കണ്ട്, ഇവിടെ ഇടപെടൽ കണ്ട് നിങ്ങൾ പരക്കം പായരുത്. നിങ്ങളുടെ ഇടവകയിൽ തന്നെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങളുടെ അപ്പസ്തോലിക അടിത്തറയിൽ തന്നെ ഉറച്ചു നിൽക്കുവിൻ. ഇടവകയിൽ നിന്ന് അടർത്തിക്കൊണ്ടുപോകുന്ന ആരായാലും അത് പരിശുദ്ധാത്മാവിനോട് എതിർക്കുന്ന ഒരു അരൂപിയുടെ പ്രവർത്തനമാണ്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ എപ്പോഴും ചെയ്തിരുന്ന കാര്യം എന്താണെന്നറിയോ? എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറയും. എന്തിനാ പ്രാർത്ഥിക്കാൻ പറയണത്? സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്യാനുള്ള അനുഗ്രഹം കിട്ടാൻ വേണ്ടി. കാര്യം പത്രോസ് ശ്ലീഹയേക്കാൾ കൂടുതൽ പഠിപ്പുണ്ട്, പത്രോസ് ശ്ലീഹയേക്കാൾ കൂടുതൽ നല്ല സ്വഭാവമാണ്, എല്ലാം കൊണ്ടും പത്രോസ് ശ്ലീഹയ്ക്ക് മെച്ചാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പൗലോസ് ശ്ലീഹ പത്രോസ് ശ്ലീഹായ്ക്ക് കൂടെ കീഴ്പ്പെട്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ വഴി. മനുഷ്യന് സ്വന്തം വഴികളുണ്ട്. ഇപ്പം എനിക്ക് 2 വചനം കിട്ടി, 2 അഭിഷേകം കിട്ടി, ഒരു അത്ഭുത പ്രവർത്തനം ഉടനെ ഞാൻ പോയൊരു സഭ സ്ഥാപിച്ചാൽ എൻ്റെ സ്വന്തം സഭ, എൻ്റെ സ്വന്തം വഴി. നമ്മൾ എസ്റ്റേറ്റ് പിടിപ്പിക്കണ പോലെ സഭ പിടിപ്പിച്ചെടുക്കാം. ചിലർ റബ്ബർ തോട്ടം പിടിപ്പിക്കണം, ചിലർ തെങ്ങ് തോട്ടം പിടിപ്പിക്കണം. അതേമാതിരി ചിലർക്ക് സഭ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭ ആരുടെയും സ്വകാര്യ നേട്ടത്തിന് വേണ്ടിയുള്ളതല്ല. ഇത് ക്രിസ്തുവിൻ്റെ സഭ, ഇതിൻ്റെ അടിത്തറ യേശു ക്രിസ്തു മൂലക്കല്ല്, ശ്രീകന്മാർ അടിത്തറയിൽ സഭ. ഇത് ദൈവമക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി യേശുവിന് തുടർച്ചയായി ഭൂമിയിൽ നിൽക്കുന്ന സഭ. ആ സഭയുടെ പേരാണ് അപ്പസ്തോലിക സഭ, അല്ലെങ്കിൽ ശ്രീകന്മാർ അടിത്തറയായുള്ള ശ്ലൈഹിക സഭ. പ്രൈസ് ദി ലോർഡ്. Hallelujah, Maranatha. Come,
ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഏതൊരു വ്യക്തി ഹൃദയം തുറക്കുന്നുവോ അവരുടെ നിഷ്കളങ്കതയിലേക്ക് സ്വർഗത്തിൻ്റെ ശക്തി വ്യാപരിച്ച് ഇതാ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തി ഹൃദയത്തിൽ ഇന്ന് വരെ തളം കെട്ടിക്കിടന്ന എല്ലാ അവസ്ഥകളിലേക്കും സ്വർഗത്തിൻ്റെ ശക്തി നിറയാൻ ആഗ്രഹിച്ച് യേശുവിൻ്റെ നാമത്തെ നിഷ്കളങ്കതയോടെ ഉറക്കെ വിളിക്കട്ടെ. കർത്താവെ, എല്ലാ തിന്മയുടെ കോട്ടകൾ ഇപ്പോൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ ഹൃദയ നൈർമല്യത്തോടെ അന്വേഷിക്കാൻ തടസ്സമുണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള ബുദ്ധിയുടെ അഹങ്കാരങ്ങളും വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അബദ്ധ ജടിലമായ തിന്മയുടെ കെട്ടുകളും എല്ലാ തരത്തിലുള്ള ദുർചിന്തകളും തെറ്റായ അറിവുകളും ഹൃദയങ്ങളിൽ നിന്നും മനസ്സുകളിൽ നിന്നും ഇപ്പോൾ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ മാറാനാത്ത. Come, Lord Jesus. എൻ്റെ പേര് സിൽവി ജോസഫ്. ഞാൻ ഭരതടവയിൽ നിന്ന് വരുന്നു. 2 വർഷമായി മാസാദി വെള്ളിയാഴ്ച അട്ടപ്പാടിയിൽ ഞങ്ങൾ സ്ഥിരമായി വീട്ടിൽ നിന്ന് ഒരാൾ പോകാറുണ്ട്. 2010 ജൂണിൽ ഒരു സാക്ഷ്യം കേൾക്കാനിടയായി. ഒരു സഹോദരൻ ധ്യാനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഹാൻഡ്സ് വായിൽ വയ്ക്കാൻ നോക്കി, കൈ മടങ്ങിയില്ല, പുറത്തേക്ക് കളഞ്ഞപ്പോഴാണ് കൈ മടങ്ങിയെന്ന് പറഞ്ഞു. ഒരു കോതമംഗലത്ത് നിന്നുള്ളൊരു പെയിൻറ്റിങ് നടന്ന ജോണി ചേട്ടൻ പറഞ്ഞത് 16 വർഷമായിട്ട് കഞ്ചാവിനും ഇതിനൊക്കെ അടിമയായിരുന്നു, ഹാൻഡ്സ് വെക്കുമായിരുന്നുണ്ട്, ഇങ്ങനെ പിടിച്ചു നിന്നു, അങ്ങനെ കത്തിപ്പോയ കാര്യമൊക്കെ പറഞ്ഞില്ലേ, കൈയൊക്കെ. എന്നിട്ട് അപ്പോൾ വട്ടായിരച്ചൻ പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അനുഭവം കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ നിമിഷം പ്രാർത്ഥിച്ചു, എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു അനുഭവം കൊടുക്കണമേ ഈശോയെ എന്ന് പ്രാർത്ഥിച്ചു. ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞ് ജീവിത പങ്കാളി മദ്യപിച്ച് വന്നു. വൈകുന്നേരം കിടക്കണ സമയത്ത് നെഞ്ചിൽ വേദനയായി കിടക്കലും എനിക്കലും ഇരിക്കലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വണ്ടി വിളിക്കാൻ ആസ്പത്രിയെ കൊണ്ടുപോകുന്നു പറഞ്ഞു. കുറേ നേരം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. വട്ടയിലച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഈശോ ഇടപെടുന്നെന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നെ ചീറ്റയൊന്നും പറഞ്ഞില്ല. ആള് പിന്നെ മദ്യത്തിൽ ചീറ്റയൊന്നും പറഞ്ഞില്ല. മദ്യത്തിൽ എന്ത് ലഹരി ഉണ്ട് അതൊക്കെ മാറി മാറി കഴിച്ചു. എല്ലാതും കഴിച്ചപ്പോഴും ഇങ്ങനെയാണ് അനുഭവം. അങ്ങനെ ആള് 2010 മാറി മാറി കഴിച്ചു എനിക്ക് മനസ്സിലായില്ല. അതായത് വേറെ വേറെ ബ്രാൻഡി, ചാരായം, കള്ളെല്ലാം കൂടി കഴിച്ചു. എല്ലാം മാറി മാറി. ഇത് എന്തിന്റെ പ്രശ്നം ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്ത് കഴിച്ചാലും ഇങ്ങനെയാണ് അനുഭവം. എന്ത് കഴിച്ചാലും ഇരിക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല, കിടക്കാനും പറ്റില്ല. അങ്ങനെ 2010 സെപ്റ്റംബർ 27 താമസിച്ചുള്ള ധ്യാന ആള് അട്ടപ്പാടിയിൽ കൂടി. അങ്ങനെ നേരം എടുത്ത് ബാത്റൂമിൽ പോണെങ്കിൽ സിസർ വലിക്കണം, അങ്ങനെയുള്ള ഒരാളായിരുന്നു. ആ ധ്യാനം കഴിഞ്ഞ് വന്നേ പിന്നെ ഇതുവരെ വലിച്ചിട്ടില്ല. മദ്യപാനത്തിന്റെ കാര്യം എന്തായി? മദ്യപാനം അതോടുകൂടി നിന്നു. ആ രാത്രിയോടുകൂടി മദ്യപാനം വിട്ടുപോയി. പ്രിയപ്പെട്ട എത്ര നാളായിട്ടുള്ള മദ്യപാനം? ഒരു 10 വർഷം പഴക്കമുള്ള. 6ാം ക്ലാസ്സിൽ തൊട്ട് തുടങ്ങിയതാന്ന് പറഞ്ഞത്. ടേസ്റ്റ് നോക്കിയത് 44 വയസ്സായി. ഇപ്പോ കണക്കൂട്ടിയെടുക്ക്, എത്ര വർഷമായി? പ്രൈസ് ദി ലോർഡ്. അതാണ് അങ്ങോട്ട് വിട്ടുപോയത്. പ്രിയപ്പെട്ട സഹോദരൻ നോക്കിയേ, ഈ സഹോദരി വിശ്വാസത്തോടെ യേശുവിനോടൊരു കാര്യം പറഞ്ഞു, യേശുവേ, ഇതാ ഇതേമാതിരി എൻ്റെ കുടുംബത്തിനൊരു അനുഭവം തന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആ പാപത്തിൻ്റെയും ആ ഒരു മദ്യപാനത്തിൻ്റെ അവസ്ഥയൊന്നും മാറ്റി ഒരു അടയാളം തരണേ കർത്താവേ എന്നൊരൊറ്റ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ഒറ്റ പ്രാർത്ഥനയാണ്. അത് ദൈവം ഒരു അടയാള സഹിതം ആ കുടുംബത്തിൽ ചെയ്ത് തിന്മയിൽ നിന്നും അല്ലെങ്കിൽ നരകത്തിലേക്ക് അല്ലെങ്കിൽ നിത്യനരകത്തിന് അടിമയായി പോകേണ്ട ഒരു ആത്മാവിനെ ദൈവം നിത്യരക്ഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു.